HMP വൈറസ് ഇന്ന് ലോകത്താകമാനം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ന്യൂസാണ്, അല്ലെങ്കിൽ ഒരു ആരോഗ്യ വിഷയമാണ്. ഈ ഒരു വൈറസിൻ്റെ പ്രചരണം എത്രത്തോളം ബാധിക്കുന്നുണ്ട്, എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട്, ഇതൊരു മറ്റൊരു കോവിഡായിട്ട് മാറുമോ എന്നുള്ള പല സംശയങ്ങളും പല ചർച്ചകളും ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതൊരു സാംക്രമിക രോഗമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പെട്ടെന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിട്ട് ഇപ്പോൾ HMP വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കാണിക്കുന്നതും. അപ്പോൾ ഈ ഒരു വൈറസ് മറ്റൊരു കോവിഡായിട്ട് മാറുമ്പോൾ മാത്രമല്ല, കോവിഡിനുണ്ടാകുന്ന പല സിംറ്റംസുകൾ എന്തിലുണ്ട്, ഈ HMP വൈറസിലുണ്ട്. അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള സിംറ്റംസുകൾ, തലവേദന പോലെ പ്രയാസങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഈ ഒരു വൈറസ് വരുന്ന സമയത്ത്, അതുപോലെ സാംക്രമിക രോഗങ്ങൾക്ക് വരുന്ന സമയത്ത് പൊതുവെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണ് ചെറിയ കുഞ്ഞുങ്ങളെയും അതേപോലെ പ്രായം ചെന്ന ആളുകളെ, മറ്റൊന്നെന്താണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളെന്ന് ഒരു കാറ്റഗറി വെച്ചിട്ടുള്ള ഒരു ടീമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വാർദ്ധക്യം വന്ന ആളുകൾ മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖമുള്ള ലിവർ ഡിസീസുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും റെസ്പിറേറ്ററി ഡിസീസുകൾ, ആസ്തമ പോലെയുള്ള ശ്വാസം മുട്ട് പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരൊക്കെ എപ്പോഴും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും അതേസമയം ചില ആളുകൾ വളരെ പേടിയോട് കൂടിയിട്ടും കാണുന്ന സംഗതി കൂടെയാണ് ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി ഡിസീസുകൾ, എസ്പെഷ്യലി HMP, കോവിഡ് പോലെയുള്ള പ്രചരണം കൂടുന്ന സാംക്രമികമായിട്ടുള്ള രോഗങ്ങളുടെ ഈ ഒരു വരവ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആളുകൾ, ഇനി അതല്ല രോഗമില്ലാത്ത ആളുകളാണെങ്കിലും ശരി, നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി, നമുക്ക് ഏതൊരു സാംക്രമിക രോഗം വന്നാലും, ഏത് ഹെപ്പറ്റൈറ്റിസ് ആകട്ടെ, ഡെങ്കി ആകട്ടെ, ഇനി അതല്ല കോവിഡ് ആകട്ടെ, മറ്റ് ഏതൊരു രോഗ സാഹചര്യം വന്നു കഴിഞ്ഞാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും, ഏതൊക്കെ രീതിയിലൂടെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വിഷയം, ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സാംക്രമിക രോഗങ്ങൾ, എസ്പെഷ്യലി അടുത്ത് വന്നിട്ടുള്ള HMP വൈറസ് ആകട്ടെ, ഇനി അതിൽ വന്നു പോയിട്ടുള്ള കോവിഡ് ആകട്ടെ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ആകട്ടെ, ഏത് അസുഖമാണ്, ഈവൻ നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ, ഗ്യാസിന് പ്രയാസങ്ങൾ വന്നാൽ, ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഏതൊരു പ്രായമുള്ള ആളുകളാണെങ്കിൽ ശരി, പ്രായം കൂടിയ ആളുകളാണ് ശരി, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട 6 പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, 6 പ്രധാനമായിട്ടുള്ള ഒരു കീസുകൾ, ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് എയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയറിനെ കുറിച്ചിട്ടാണ്. അതായത് ഫ്രഷ് ആയിട്ടുള്ള എയർ ആണോ നമ്മൾ ശ്വസിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഏരിയകളാണ്. ചില ആളുകൾ ഇൻഡസ്ട്രിയലായിട്ടുള്ള ഏരിയയിൽ ജീവിക്കുന്നവരുണ്ടാവും, ചില എന്തെങ്കിലും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള പല ഏരിയകളിൽ ചില ആളുകൾ കൂടുതൽ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും, ചില ആളുകൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലിവ് ചെയ്യുന്ന, നമ്മൾ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന, യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള വായു ആണോ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്കറിയാം, കോവിഡ് വന്ന സമയത്തും അതേപോലെ HMP വൈറസ് വന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മാസ്കുകൾ കൂടുതൽ ഉപയോഗിച്ചെന്നുള്ളതാണ്. അതെന്താണ് കാരണം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലൂകൾ, അതേപോലെ എന്തെങ്കിലും വൈറസുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള എയറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്കത് പടരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ കോവിഡ് ആണെങ്കിൽ നമുക്കറിയാവുന്നൊരു സംഗതിയാണ്, അതുകൊണ്ടാണ് ഞാൻ കോവിഡിനെ എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്ത് ശ്രദ്ധിക്കുക, എയർ നല്ല രീതിയിൽ ഫ്രഷ് എയർ ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, ഇന്ന് ഡൽഹി തലസ്ഥാനത്തൊക്കെ എന്താണ് പ്രയാസം, അവിടെ ഈ റെസ്പിറേറ്ററി അസുഖങ്ങൾ വളരെ വളരെ കൂടുതലാണ്. കാരണം അവിടുത്തെ എന്താണ്, എയറിൻ്റെ ക്വാളിറ്റി എന്താണ്, വളരെയധികം ലോ ആയുള്ളൊരു കണ്ടീഷനാണ്. എസ്പെഷ്യലി COPD പോലെയുള്ള ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസുകൾ ഇന്ന് വളരെ വളരെ കൂടുതലാണ്. ആസ്തം പോലെയുള്ള പ്രശ്നങ്ങൾ, ശ്വാസം മുട്ട് വരിക, കൂടുതൽ കഫക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, സംസാരിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല,
പറ്റുന്നില്ല, എന്താണ് ശ്വാസമുട്ട് വരികയാണ്, ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ വരികയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലും ഒരുപാട് പേരുകൾ പിടികൂടിയൊരു സംഗതിയാണിത്, ആസ്തമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതി കൂടെയാണ്. ഫ്രഷ് എയർ ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രഷ് എയർ ആയ കണ്ടീഷനിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നല്ല കൂടുതൽ അമിതമായിട്ടുള്ള സ്മെല്ല് വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പരമാവധി മാറി നിൽക്കാനൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് എയറിൽ ഒരുപാട് കണ്ടൻസുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാത്തോജൻസുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂമ്പൊടികൾ ഉണ്ടായിരിക്കാം, പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്, അതുപോലെ ഡസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ആ എയർ നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ, അകത്തേക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേറ്ററി ഡിസീസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ തുമ്മൽ വരും, ജലദോഷം വരും, കഫക്കെട്ട് വരും, തലവേദന വരും, ഇതുപോലെയുള്ള ഇച്ചിങ് പോലെയുള്ള പല റിയാക്ഷനുകൾ ബോഡിയിലും പലതിൻ്റെയും അലർജി ആക്ഷൻ കാരണമായിട്ട് അങ്ങനെയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങൾ, കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങൾ, പ്രായമുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ നല്ല ഫ്രഷ് എയർ ആയിട്ടുള്ള കണ്ടീഷനിൽ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മൾ മക്കൾ കളിക്കാൻ പോകുന്ന സമയത്ത് കൂടുതൽ പൊടിപടലങ്ങളിലേക്ക് വിടുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, അവിടെ പോയി കളിക്കരുത്, അത് പല അസുഖങ്ങൾ വരും, ചുമ വരും, കഫക്കെട്ട് വരും, ശ്വാസം മുട്ട് വരും, ആസ്തമ വരും എന്നൊക്കെ പറയും. എന്താണത്? അത് ഫ്രഷ് എയർ അല്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രായം കൂടിയ ആളുകൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, നമ്മളൊരു റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, അവിടെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ പൊടികളുണ്ടോ, അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടോ, കൂടുതൽ എന്തെങ്കിലും ഇതേപോലെ പഴയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പരിശോധിച്ചിട്ട് അതൊക്കെ ക്ലീൻ ആക്കാനും കൂടെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും, അതിൽ നിന്നുള്ള ഡസ്റ്റുകൾ, അതിൽ നിന്നുള്ള എന്തെങ്കിലും പാർട്ടികളൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും നമ്മളെ ശരീരത്തിന് അത് ഹാനികരമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരും കൂടിയവരും നോർമലായിട്ടുള്ള ഏതാളാണെങ്കിലും ശരി, നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ ഉള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, ഫ്രഷ് എയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണോ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഡോക്ടർ ഞാനത് മനസ്സിലാക്കി കഴിയും, എനിക്കിത് പെട്ടെന്ന് തിരിച്ചറിയില്ലല്ലോ എന്നുള്ള പല ആൾക്കും സംശയം ഉണ്ടായിരിക്കും. അതിനൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്ത്, പരമാവധി പൊടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക, കൂടുതൽ പുകയുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയയിൽ നിന്നൊക്കെ മാറി നിൽക്കുക, കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും മാസ്ക് ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ അമിതമായിട്ട് ബാഡ് സ്മെല്ലുള്ള ഏരിയ, ചില ആളുകൾക്ക് സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ വൊമിറ്റ് ടെൻഡൻസി വരും, അമിതമായിട്ട് വൊമിറ്റ് ടെൻഡൻസി വരിക, തലവേദന വരിക, തല ചുറ്റൽ വരിക, ഇങ്ങനെയുള്ള പല ക്ഷീണവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ എന്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സ്മെല്ലി ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നൊക്കെ പരമാവധി മാറി നിൽക്കുക, നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള നല്ല ഒരു ഏരിയയിൽ എപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. എ സി ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കൂളിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ എയർ കൂടുതൽ ഡ്രൈനസ് വരാനും നമ്മുടെ മൂക്കും ഈ ചുണ്ടൊക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഡ്രൈനസിന് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ കാര്യങ്ങളിൽ ചേർത്ത് നിർത്തിയിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ വസിക്കുന്ന, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകളിലെ എയർ അത് നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എയർ കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത്, ആ ഒരു ലെവലിലാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസുകൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പിടികൂടുന്നതാണ്. ഇതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കീ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കീ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത് ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്നുള്ളതാണ്. ഭക്ഷണവും വെള്ളവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് നമ്മൾ പിടികൂട്ടിയിട്ടുള്ള ഡയബറ്റിക് ആകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, BP ആകട്ടെ, മൈഗ്രെയിൻ ആകട്ടെ, ഉറക്കമില്ലാത്ത പ്രശ്നങ്ങളാകട്ടെ, പൊണ്ണത്തടി ആകട്ടെ, ഇങ്ങനെയുള്ള സാംക്രമികമല്ലാത്ത ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് ആൻഡ് ഡ്രിങ്ക് പ്രോപ്പർ അല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്, എൻ്റെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പൊണ്ണത്തടി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ സമയത്തിന് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വെള്ളം കുടിക്കാത്ത, അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. നമുക്ക് റീസണുകൾ നിർബന്ധമായിട്ടും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, നമ്മളറിയാതെ തന്നെ അത് കുറഞ്ഞു വരും. പെട്ടെന്നുള്ള സാംക്രമിക രോഗങ്ങൾ നമ്മൾ പിടികൂടാനുള്ള സാധ്യത കൂട്ടുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ഭക്ഷണവും വെള്ളവും
സമയത്തിന് അനുസരിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ആളുകൾക്കനുസരിച്ചിട്ട് ഓരോ ഭക്ഷണശീലം നമ്മൾ കൊണ്ടുവരണം. ചില ആളുകൾ നമ്മുടെ വീട്ടിൽ ഡയബറ്റിക് ഉള്ള ആളുകളുണ്ടായിരിക്കും, ചില ആളുകൾ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ഉണ്ടായിരിക്കും, എന്തെങ്കിലും അലർജിക് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അനുസൃതമായിട്ടുള്ള, അവരുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള, അവരുടെ രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള അനുസൃതമായിട്ടുള്ള ഭക്ഷണം മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ഒരാൾ വീട്ടിലുണ്ട്, അപ്പോൾ ആ വീട്ടിലുള്ള ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല, കൂടുതൽ റൈസ് കൊടുക്കാൻ പാടില്ല, കൂടുതലായിട്ട് അരി ഭക്ഷണങ്ങൾ നമ്മൾ നൽകാൻ പാടില്ല, മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അപ്പുറത്ത് വേറൊരു ചെറുപ്പക്കാരനായിട്ട് ഒരാളുണ്ട്, അവർക്ക് എന്തുണ്ട്, അലർജി ഉണ്ട്, മാംസത്തോട് അലർജി ഉണ്ട് എന്ന് വെക്കുക, അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാംസം കൊടുക്കാൻ പാടില്ല. പക്ഷെ അവർക്ക് മറ്റേ ഡയബറ്റിക് വന്ന ആൾക്ക് എന്ത് ചെയ്യാം, മാംസം കഴിക്കാൻ പറ്റും. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് അനുസൃതമായിട്ടുള്ള, ഓരോ ബോഡിക്ക് അനുസൃതമായിട്ടുള്ള, അവരുടെ രോഗവും ആരോഗ്യവും മനസ്സിലാക്കിയിട്ടുള്ള ഭക്ഷണമാണ് ദിവസം കഴിക്കുന്നുള്ളതെന്ന് ഉറപ്പുവരുത്തണം. ചില ആളുകൾ പെട്ടെന്ന് യൂറിക് ആസിഡ് കൂടുന്നവരുണ്ടായിരിക്കും, അവർക്ക് കൂടുതൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അതേസമയം തന്നെ എല്ലാവരും കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും പൊതുവേ കഴിക്കണം, കുട്ടികളും മുതിർന്നവരൊക്കെ കഴിക്കണം, മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാതെ കഴിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്ലേറ്റിൽ ചെറിയ എമൗണ്ട് എന്ത് ചെയ്യുക, കാർബ് വേണം. അതേസമയം നല്ലൊരു എമൗണ്ട് തന്നെ എന്ത് വേണം, പ്രോട്ടീൻ വേണം. ഇറച്ചിയാകട്ടെ, അതേപോലെ തന്നെ ഫിഷ് ആകട്ടെ, അങ്ങനെ എന്തെങ്കിലും നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് നമുക്ക് വേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കരിച്ചത്, പൊരിച്ചത്, വറുത്തതൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക. അതിൽ കൂടുതൽ കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ല പ്രോട്ടീൻ, എന്തെങ്കിലും ഭാവിയിൽ വേവിച്ചതോ അല്ലെങ്കിൽ കറി വെച്ചതോ ആയിട്ടുള്ള നല്ല പ്രോട്ടീനുകൾ പീസുകൾ എന്ത് ചെയ്യുക, ചിക്കൻ പീസുകളോ അല്ലെങ്കിൽ ഫിഷ് പീസുകളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഒരു ഭാഗമാക്കി എടുക്കുക. അല്ലെങ്കിൽ അതല്ലെങ്കിൽ മുട്ട ഓംലേറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടെ ചേർക്കുക. പയറുവർഗ്ഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടെ ചേർക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇലക്കറികൾ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. ചീരയാകട്ടെ, മുരിങ്ങയാകട്ടെ, മറ്റു അങ്ങനെയുള്ള ഒരുപാട് ചില നാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പല തോരനുകളൊക്കെ എന്ത് ചെയ്യുക, വെക്കാറുണ്ട്, ഇലക്കറികളെ കൊണ്ട് കൂട്ടത്തിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇലക്കറികളും കാര്യങ്ങളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഭക്ഷണത്തിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് നല്ല ദഹിക്കാൻ സഹായിക്കുന്ന, നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പെട്ട ഒന്നാണ് തൈര്, യോഗട്ട് എന്ന് പറയുന്നതൊക്കെ. അതിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അറ്റ് എ ടൈം എന്ത് ശ്രദ്ധിക്കുക, ഒരു കുറഞ്ഞ എമൗണ്ട് സലാഡ് രൂപത്തിലോ ഇനി അല്ലാത്ത രൂപത്തിലോ ആണെങ്കിലും ശരി, പ്രോബയോട്ടിക് ചെറിയ എമൗണ്ട് എന്നും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഈ ഒരു കണ്ടൻറ്റിൽ പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാത്തിനൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറഞ്ഞതൊക്കെ ക്വാളിറ്റി റിലേറ്റഡാണ്. ഇനി എന്ത് ചെയ്യണം, ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പ്രോട്ടീൻ അമിതം എടുക്കാൻ പാടില്ല, കാർബ് കൂടുതൽ എടുക്കാൻ പാടില്ല, പിന്നെ അതുപോലെ ഫൈബറും കൂടുതൽ എടുക്കാൻ പാടില്ല. എന്താണ്, എല്ലാതും ഒരു ലിമിറ്റഡ് ആയിട്ട്, കൂടാനും പാടില്ല, കുറയാനും പാടില്ല, ഒരു നോർമലൈസ്ഡ് ആയിട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കൂടിയാൽ പ്രശ്നമാണ്. ഏതൊക്കെ പ്രശ്നങ്ങൾ വരും, ഈ പറഞ്ഞതുപോലെയുള്ള ഡയബറ്റിക് ഇഷ്യൂസ് വരും, കൊളസ്ട്രോൾ വരും, പൊണ്ണത്തടി വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ കുറഞ്ഞാലോ വീക്ക്നെസ് വരും, ലെഥാർജി, ക്ഷീണം വരും, അനീമിയ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കൈകാലുകൾ വേദന, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക, പെട്ടെന്ന് അസുഖം വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ഞാൻ ദിവസവും കഴിക്കുന്നുണ്ട്, അത് കൂടുന്നില്ല, കുറയുന്നില്ല എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും നമ്മൾ ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ അസുഖം പിടികൂടും എന്നുള്ളതാണ്. അത് ഗ്യാസ് ഉള്ളവരാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി, ഈ ഒരു പ്രശ്നം എല്ലാവർക്കും വരും. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഫുഡിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രിങ്ക്സുകൾ, വെള്ളം കുടിക്കുക എന്നുള്ളത്. ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കലാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വലിയൊരു ശതമാനം, എസ്പെഷ്യലി സ്ത്രീകൾ എന്ത് ശ്രദ്ധിക്കാറില്ല, വെള്ളം കുടിയിൽ തീരെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് വരുന്ന കേസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഓൾമോസ്റ്റ് UTI കേസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ വെള്ളം സമയത്ത് കുടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദിവസം ഒരു അഡൾട്ടായിട്ടുള്ള ആൾ എന്ത് ചെയ്യുക, തിളപ്പിച്ചാറിയ നല്ല ശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടില്ലാത്ത നല്ല വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചായ കുടിക്കുന്നുണ്ട് ഡോക്ടറെ, കോഫി കുടിക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്നൊക്കെ പല ചോദ്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ചായയും അതുപോലെ കോഫി പോലെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ എന്ത് ചെയ്യുക, അത് വേറെ തന്നെയാണ്. വെള്ളം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ദിവസം 2.5 മുതൽ 3 ലിറ്റർ വരെയെങ്കിലും ഒരു ആവറേജ് കുടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത്. നിങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന കൂടുതൽ സൺ എക്സ്പോഷറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ എമൗണ്ട് കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം കൂടി എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എല്ലാ ദിവസവും വേണ്ട വിധേയം ഞാൻ കുടിക്കുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ, വെള്ളം കുടിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെ. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. ഡ്രൈ സ്കിന്ന് വരും, അതുപോലെ സ്റ്റോണുകൾ വരാൻ ചാൻസ് ഉണ്ട്, UTI പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസുകളുണ്ട്, കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതിൽ അമിതമായിട്ട് വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ നന്നായിട്ട് വരും, അതുപോലെ തന്നെ മറ്റ് കിഡ്നി ഡിസീസുകളൊക്കെ നന്നായിട്ട് നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ആവറേജ് ആയിട്ട് എന്നും ശുദ്ധമായ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി അതിൻ്റെ കൂടെ 7up കുടിക്കുന്നുണ്ട്, പെപ്സി കുടിക്കുന്നുണ്ട്, കോള കുടിക്കുന്നുണ്ട് എന്നൊക്കെ പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും. പക്ഷേ അതെല്ലതും എന്താണ്, കാർബണേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കാർബണേറ്റഡും ആണ്, അത് മാത്രമല്ല കാർബ് കൂടിയതുമായിട്ടുള്ള ഡ്രിങ്ക്സുകളാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചാൽ ഓൾമോസ്റ്റ് എന്താണ്, എല്ലാ ആളുകൾക്കും ദാഹം കൂടാനുള്ള സാഹചര്യമാണ് അത് ഒരുക്കി വെക്കുക എന്നുള്ളത്. അതിൻ്റെ ആക്ച്വൽ റിസൾട്ട് അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതൊക്കെ ഗ്യാസ്ട്രിക് ഇഷ്യൂസുകളും കൂടെ നമ്മളെന്ത് ചെയ്യും, വരുത്തി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ശുദ്ധമായതും നിയന്ത്രിതമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ള അളവിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അത് പ്രധാനമായിട്ട് ബാധിക്കും. അത് മറ്റു പല അസുഖങ്ങളെയും നമ്മൾ വരുത്തി വെക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമതൊരു പ്രധാനപ്പെട്ട ഒരു കീ ഉണ്ട്. എന്താണത്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് റെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ വ്യായാമം വേണ്ട വിധേന ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ജോയിൻസും എല്ലാ മസിൽസും ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ള എക്സസൈസുകളെ, വ്യായാമങ്ങളെ എന്നും നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മസിൽ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടുക, മസിൽ ഗ്രോത്തുകൾ നന്നായിട്ട് വരിക, ബോഡി ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു മിതമായ രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പരമാവധി ശ്രദ്ധിക്കുക. ഇന്ന് വന്നിട്ടുള്ള പൊണ്ണത്തടി പോലെ പ്രശ്നങ്ങൾ, ജോയിൻറ്റ് പെയിൻ, ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ അസുഖങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വരുന്ന സമയത്ത് പേഷ്യൻ്റ് പറയും, ഡോക്ടറെ മുട്ടുവേദനയുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, കാല് മടക്കാൻ പറ്റുന്നില്ല, നിവർത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ തീരെ എക്സസൈസുകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുട്ടുകാലിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുന്ന തരത്തിലുള്ള വർക്കുകൾ, എക്സസൈസുകൾ, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ പല വർക്കുകൾ ചെയ്യുന്നുണ്ട്, വീട്ടിലൊരുപാട് വീട്ടമ്മമാർ വീട്ടിലത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും എന്തല്ല എക്സസൈസായിട്ട് നമ്മൾ ഒരിക്കലും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അതൊന്നും ഒരു പ്രോപ്പർ വേലല്ല ഉള്ളത് എന്നുള്ള. ചില അവയവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് മൂവ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മളെ വിരലുകൾ നമ്മൾ കൂടുതലായിട്ട് മൂവ്മെൻറ്റ് നമ്മൾ അറിയാതെ തന്നെ നടത്തുന്ന മൂവ്മെൻറ്റ്സുകൾ പലപ്പോഴും നമ്മുടെ വിരലുകളിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കാൽമുട്ടുകളിൽ എന്ത് ചെയ്യില്ല, അത്ര കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ മൂവ്മെൻറ്റ് നടക്കില്ല. നമ്മൾ ഇരുത്തം എങ്ങനെയാണ്, പണ്ട് കാലങ്ങളിൽ പല ഇട്ടിട്ട് ഇരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും ചെയറില്ല. പണ്ട് കാലങ്ങളിൽ ഇന്ത്യൻ ടോയ്ലറ്റാണ് കൂടുതൽ, ഇന്നെന്താണ് എല്ലാ വീടുകളും യൂറോപ്യൻ ടോയ്ലറ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയതോട് കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ വളരെയധികം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ മൂവ്മെൻറ്റ്സ് എക്സസൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അതിന് കൂടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്, ഒന്ന് അമിതമായിട്ട് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾ ഓടാണെങ്കിൽ നല്ലോണം ഓടിക്കൊണ്ടിരിക്കുക, ചില ആളുകൾ നിൽക്കുകയാണെങ്കിൽ നല്ല ഫുൾ ടൈം നിർത്തിയിരിക്കുക എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള മറ്റു പല അസുഖങ്ങളും നമ്മളെ വരുത്തും എന്നുള്ളതാണ്. കൂടുതൽ എക്സസൈസ് ചെയ്യുക, നിയന്ത്രിതമല്ലാത്ത തോതിൽ എക്സസൈസുകൾ, ഓട്ടം, ചാട്ടം, പിടുത്തുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചെയ്തികൾ കൂടുതലായിട്ട് പ്രോപ്പറായിട്ട് ചെയ്താൽ ഈ പറഞ്ഞ മറ്റു പല ജോയിൻറ്റ് പെയിനുകൾ, മറ്റു പല എല്ല് തേയ്മാനങ്ങൾ, മറ്റു പല ബുദ്ധിമുട്ടുകൾ നമ്മൾ തേടിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അമിതമാക്കാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. എപ്പോഴും ഒരു ന്യൂട്രൽ ലെവലിൽ മാത്രം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, റെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. പല ആളുകളും എക്സസൈസ് ചെയ്യലോട് കൂടിയിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒരിക്കലും അത് പാടില്ല. നമ്മൾ എക്സസൈസിന് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്താൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞ സമയം റെസ്റ്റിലെടുക്കൽ നിർബന്ധമാണ്.
എക്സസൈസ് നല്ലതാണ് എന്ന് കരുതി നമുക്ക് ഫുൾ ടൈം എക്സസൈസ് ചെയ്യാൻ വ്യായാമം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യും? നമുക്ക് അസുഖം വരുത്തി വെക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം നല്ലതാണ് എന്നതുകൊണ്ട് എല്ലാ സമയത്തും ചെല്ലിയലോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, അത് മോശമായിട്ട് ഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ റെസ്റ്റിൽ വ്യായാമം ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, റെസ്റ്റിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. സമയത്തിന് റെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്വിമ്മിങ് കഴിഞ്ഞ് വന്നു, നല്ല രീതിയിൽ എനർജി ലോസ് ആകുന്ന നല്ലൊരു എക്സസൈസാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നീന്തലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അന്നത്തെ ഒരു കുറഞ്ഞൊരു നേരം നല്ല റെസ്റ്റ്, നല്ല കാമായിട്ട് നല്ല റെസ്റ്റിലിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് നല്ലോണം കൂടും, അവിടെ പ്രോട്ടീൻ ബ്രേക്കേജ് നടക്കും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതൊക്കെ ഹീലാകാനും അതൊന്നുകൂടെ പ്രോപ്പറാക്കി എടുക്കാനും ഗ്രോത്ത് കൂട്ടാനും അങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സും നമ്മുടെ ബോഡിയിൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ശ്രദ്ധിക്കുക, ഈ ബോഡി മൂവ്മെൻറ്റ്സ് ശരിയായ രീതിയിൽ കൂടാതെയും കുറയാതെയും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വ്യായാമം നമ്മളെപ്പോഴും ശീലിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിന് തത്തുല്യമായിട്ടുള്ള റെസ്റ്റ്, ബോഡി റെസ്റ്റും നമ്മൾ എടുക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് പെയിന്, മസിൽ പെയിന്, ഡിസ്കിൻ്റെ ബൾജിൻ്റെ പ്രശ്നങ്ങൾ, നെക്ക് പെയിൻ വരിക, കൈകാലുകൾ തരിപ്പ് വരിക, ഇങ്ങനെയുള്ള പല നെർവ് റിലേറ്റഡ് ആയിട്ടുള്ളതും ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വരിക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കുറയും. ഇതുപോലെ HMP വൈറസ് പോലെയുള്ള മറ്റ് സാംക്രമിക രോഗങ്ങൾ നമ്മൾ പിടികൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എക്സസൈസും കാര്യവും നമ്മൾ നിർബന്ധമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് നമ്മൾ പലപ്പോഴും മിസ്സ് ചെയ്യുന്നൊരു സംഗതിയാണ് എന്താണ്, സൈക്കോളജിക്കൽ ആക്ടിവിറ്റിയും അതിൻ്റെ റെസ്റ്റ് എന്നുള്ളത്. സൈക്കോളജിക്കൽ മീൻസ് നമ്മളെ മൈൻഡാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സും കൂടെ നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വിഷൻ കണ്ടിട്ട് നമ്മളൊരു പ്രോസസ്സ് മുന്നോട്ട് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ മൈൻഡ് കൂടുതൽ ഇങ്ങനെ വർക്കൗട്ട്, ഞാൻ നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ്സുകാരൊക്കെ കൂടുതൽ അങ്ങനെ തോട്ട് ചെയ്യും. അത് ചെറിയൊരു വലിയവരൊന്നുമില്ല. മിക്ക ആളുകൾ എന്താണ്, ഇന്ന് ഈ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. പലതും മൈൻഡ് കാൽക്കുലേഷനിലാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഞാൻ നാളെ പോകാനുള്ളത്, നാളെ എത്താനുള്ളത്, നാളെ ചെയ്യാനുള്ളത്, നാളെ ക്യാഷ് കൊടുക്കാനുള്ളത്, നാളെ ക്യാഷ് റോള് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള പല തോട്ട്സുകൾ നമ്മൾ നല്ലോണം പിടികൂടിയിട്ടുണ്ടായിരിക്കും. ആ തോട്ട്സുകൾ നല്ലതാണ്, കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ അത് നമുക്ക് പല രീതിയിൽ അസുഖങ്ങൾ വരും. നമുക്ക് ഇമോഷണൽ പല ഡാമേജുകളും വന്നു കഴിയും. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ക്ഷീണം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് ഇങ്ങനെയുള്ള ആക്ഷനുകളും റിയാക്ഷനുകളും നമ്മുടെ ബോഡിയിൽ നല്ലോണം കൂടുന്നില്ല. ചില ആളുകളുണ്ടായിരിക്കും പ്രത്യക്ഷത്തിലൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർ എന്തായിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ വേറെ മൈൻഡിലായിരുന്നോ, വേറെ ചിന്തയിലായിരുന്നോ, ഞാൻ വേറെ ലോകത്തായിരുന്നൊക്കെ അവർ പൊതുവേ പറയുന്നൊരു സംഗതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അവരുടെ ഇമോഷണൽ ബാലൻസ് എന്ത് ചെയ്യുന്നത്, അത് അതിക്രമിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും കാമായിട്ട് നല്ലൊരു സുഖൂനായിട്ട് ഒരു നോർമലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ, വ്യായാമങ്ങൾ, യോഗ പോലെയുള്ള സെഷനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. എപ്പോഴും എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള ചില ആളുകൾ ഉറക്കത്തിൽ പോലും, ഉറങ്ങുന്ന സമയത്ത് പോലെ ചില ആളുകൾ എന്ത് ചെയ്യും, നാളെ ചെയ്യാനുള്ള വിഷയങ്ങൾ വിളിച്ച് പറയാറുണ്ട്. കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസുമായിട്ടുള്ള ഏരിയകളിലൊക്കെ എന്ത് ചെയ്യും, ഇത് നല്ലോണം പ്രിക്ക് ചെയ്തിട്ടുണ്ടാവും, നല്ലോണം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുക. കുറഞ്ഞൊരു സമയം എന്ത് ചെയ്യണം, നമ്മൾ എത്രത്തോളം നമ്മൾ മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മൈൻഡിന് റെസ്റ്റ് കൊടുക്കലും നിർബന്ധമാണ്. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇമോഷണൽ പ്രശ്നങ്ങൾ നല്ലോണം വരും, പെട്ടെന്ന് ദേഷ്യം വരും, ഓർമ്മക്കുറവ് വരും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പല അസുഖങ്ങളും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാവുന്നൊരു സാഹചര്യം നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാനസികമായിട്ടുള്ള റെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ഒട്ടുമിക്ക കേസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ വളരെ വളരെ കൂടുതലാണ്. അത് കൂടാനുള്ള റീസൺ എന്താണ്, ഇപ്പുറത്ത് അതിനു വേണ്ടിയുള്ള റെസ്റ്റ് എന്നുള്ളൊരു പരിഗണന നമ്മൾ പലപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോട്ട്സുകൾ കൂടുതൽ ചിന്തിക്കുക. അല്ലാത്ത സമയത്ത് ഒരു ഫ്രീ ടൈമുകൾ, ഒരു യാത്രക്ക് പോകണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആളുകളുമായിട്ട് സംസാരിക്കണം,
സംസാരിക്കണം, അങ്ങനെ എന്തെങ്കിലും എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആയിട്ട് മൈൻഡിനെ പലപ്പോഴും കാമാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ഡ്രിങ്ക്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഹാനികരമാവുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും യാത്രകൾ പോവുക, നല്ലൊരു ചുറ്റുപാടുകൾ ആളുകളുമായിട്ട് സംസാരിക്കുക, സാമൂഹികപരമായിട്ട് ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, കൊടുക്കലും വാങ്ങലും ഷെയറിങ് നല്ലോണം സമൂഹത്തിൽ നമ്മൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്ന വർക്കുകൾ കുറയ്ക്കാനും ഒരു റെസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഈ ഒരു മൈൻഡിന് വലിയൊരു ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആക്കാനൊക്കെ ഇങ്ങനെയുള്ള ഒരു മൈൻഡിനെ കൺട്രോൾ ആക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾ, പ്രായമുള്ളവരാകട്ടെ കുറഞ്ഞ ആളുകളാകട്ടെ, ഏത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശരി, എന്ത് ചെയ്യണം, മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിത ചുറ്റുപാടിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമാണ് അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്ലീപ്പ്, ഉറക്കവും ഉണർച്ചയും എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉറക്കവും ഉണർച്ചയും ഒരു നിലയിലും ഇന്ന് ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഒരു ന്യൂ ജെൻ ആയിട്ടുള്ള ആളുകൾ വളരെ വളരെ കുറവായിട്ടില്ല. ഒന്നെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഉറക്കം ഒഴിവാക്കുന്നുണ്ട്. യാത്ര റിലേറ്റഡ് ആയി, എൻജോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, യാത്ര ഒഴിവാക്കുക. വേറെ എന്തെങ്കിലും ഫ്രണ്ട്സ് പാർട്ടി കാര്യങ്ങളായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ്മെൻ്റ് ആയിട്ട് ഉറക്കം ഒഴിവാക്കും. അങ്ങനെയുള്ള ഉറക്കം എന്നുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ഉറങ്ങുക എന്നുള്ള ഒരു ടെൻഡൻസി പല ആളുകളും കണ്ടുവരാറുണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ലോ ആക്കും. പെട്ടെന്ന് അസുഖങ്ങൾ നമ്മൾ പിടികൂടും. നമ്മുടെ സാംക്രമിക രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് പിടികൂടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഉറക്കം വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ, ഒരു ആവറേജ് ഒരു 7 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് കുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, മുതിർന്നവരാണെങ്കിൽ തന്നെ. ഡോക്ടർ എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് യാത്ര ചെയ്യാനുണ്ട്, എനിക്ക് അവിടെ പോകാണ്ടത്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിന് ഉറക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഹീലിംഗ് പ്രോസസ്സുകൾ, റിപ്പയറിംഗ് പ്രോസസ്സുകൾ, അങ്ങനെ കുറേ സംവിധാനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ഉറക്കം ഇല്ലാതിരിക്കുമ്പോൾ ബോഡി വീക്കായി പോകും, ഇമ്മ്യൂണിറ്റി കുറയും, പെട്ടെന്ന് ക്ഷീണം വരും, കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടെന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഇമ്മ്യൂണിറ്റി നല്ലോണം ഡാമേജ്ഡ് ആയിട്ട് പോകും. HMP വൈറസ് പോലെയുള്ള, കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ നമ്മൾ പിടികൂടാൻ പെട്ടെന്ന് കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഉറക്കത്തെ നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കളയരുതെന്നുള്ളതാണ്. അതേസമയം ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ചില ആളുകൾ എന്ത് ചെയ്യും, അമിതമായിട്ട് ഉറങ്ങിക്കളയും എന്നുള്ളതാണ്. രാവിലെ എന്ത് ചെയ്യില്ല, നേരത്തെ എഴുന്നേൽക്കില്ല, അല്ലെങ്കിൽ നേരെ വൈകിട്ട് ഒരു 11-12 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. രാത്രി തലേ ദിവസം 8 മണി 9 മണിക്ക് കിടങ്ങുന്നതായിരിക്കും. അങ്ങനെ 10-12 മണിക്കൂറും ഉറങ്ങുന്ന ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ്. അതും നമ്മൾ എന്ത് ചെയ്യും, അസുഖം വിളിച്ചു വരുത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഉറക്കം എന്നുള്ളത് രാത്രി സമയത്ത് തന്നെ മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾ പകൽ കൂടുതൽ ഉറങ്ങും, അല്ലെങ്കിൽ പകൽ ഉറക്കം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ആ ഒരു സൈക്കിൾ, ഒരു സർക്കേഡിയം റിതമുണ്ട് നമ്മുടെ ശരീരത്തിന്. രാവിലെ എഴുന്നേൽക്കലും ഭക്ഷണം കഴിക്കൽ, പിന്നെ ഉച്ചക്ക്, അങ്ങനെ ഓരോ സമയത്തിനും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ഒരുപാട് ഹോർമോൺ മാറ്റങ്ങൾ, എൻസൈമാറ്റിക് മാറ്റങ്ങൾ, കോശങ്ങളിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർക്കാഡിയൻ റിതത്തെ നമ്മൾ കംപ്ലീറ്റ്ലി ബ്രേക്കായി കളഞ്ഞു. പല ഹോർമോൺസുകളും പല സമയത്തും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഉറക്കമില്ലാത്ത പ്രശ്നം വരും, പൊണ്ണത്തടി വരും, പ്രമേഹം വരും, ഷുഗർ കൂടും, അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള സെക്ഷൽ ഡിസീസുകൾ നന്നായിട്ട് കൂടും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൂടും. കൂടാതെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാത്രി സമയത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു 9-10 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങുന്നുണ്ട്. രാവിലെ ഒരു 5 മണിയാകുന്ന സമയത്ത് തന്നെ ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു 7-8 മണിക്കൂർ എനിക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക. ഉറക്കത്തിൻ്റെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ദൈർഘ്യമുണ്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ഗാഢ നിദ്ര ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കില്ല. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക, ഒരു ട്രീറ്റ്മെൻറ്റ് സെഷനുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം ഇതിൽ വലിയൊരു ഫാക്ടറായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി നമ്മൾ 6ാമത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റീടെൻഷൻ ആൻഡ് എലിമിനേഷൻ എന്നുള്ള പാർട്ടാണ്. അതായത് നമുക്കറിയാം, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, മറ്റ് കാർബുകൾ, വെള്ളം കുടിക്കൽ, ഇതൊക്കെ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ അകത്തേക്ക് കഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരം ഇത് അബ്സോർബ് ചെയ്യും, വേണ്ടതൊക്കെ സ്വീകരിക്കും. വേണ്ടാത്തതായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ടോക്സിനുകൾ, യൂറിയ പോലെയുള്ള പല ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, സമാസമയം അല്ലെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് പുറന്തള്ളുന്ന ഒരു പ്രക്രിയ കൂടെയുണ്ട്. അതാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകുക, മലത്തിൽ ഒരുപാട് ടോക്സിനുകളുണ്ട്, നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ വേണ്ടാത്തതായത് കൊണ്ട് തന്നെ ശരീരം പുറന്തള്ളണം. അതുപോലെ നമ്മുടെ ശരീരം എന്ത് ചെയ്യണം, വിയർക്കുന്നത് എന്താണ്, അതൊരു തരം ഉള്ള ഒരു സ്വെറ്റിംഗ് എന്ന് പറയുന്നത് ശരീരം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രതികരിക്കുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ സ്വെറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ യൂറിൻ ഔട്ട്പുട്ട്, മൂത്രം പോകുന്നുള്ളത് ശരിയായ രീതിയിൽ തന്നെയാണ്. ചില ആളുകൾ മൂത്രം കുറവ് പോകും, ചില ആൾക്ക് ശോധന കുറഞ്ഞു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യും, ടോക്സിസിറ്റി നല്ലോണം കൂടും എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും മറ്റു പല ബുദ്ധിമുട്ടുകളും നടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ലോസ് ആവും, പെട്ടെന്ന് അസുഖങ്ങളും നമ്മൾ പിടികൂടും എന്നുള്ളതാണ്. ഇനി ചില ആളുകൾക്ക് എന്താവും, ബോഡി എന്ത് ചെയ്യില്ല, ഇതൊന്നും അബ്സോർബ് ചെയ്യാത്ത കണ്ടീഷനാവും. എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് പൊതുവെ. നല്ലോണം വൈറ്റമിൻസിൻ്റെ ഗുളിക കഴിക്കും, അല്ലെങ്കിൽ രക്തക്കുറവുള്ള ആളുകൾ എന്ത് ചെയ്യും, ഗുളിക നല്ലോണം കഴിക്കും, പക്ഷേ എന്ത് ചെയ്യാറില്ല, ഈ രക്തം കൂടാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ശരീരത്തിൽ രക്തം കൂടാത്തത് എന്നുള്ളത് അപ്പോൾ നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ ശരീരം വേണ്ട കാര്യങ്ങൾ അബ്സോർബ് ചെയ്യലും വേണ്ടാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അത് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പൊതുവേ ഉണ്ടാകുന്ന സംഗതിയാണ് കോൺസ്റ്റിപ്പേഷൻ, വയറ് ഉറക്കുന്ന അവസ്ഥ, അതേപോലെ യൂറിൻ ശരിയായ രീതിയിൽ പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, വയറുവേദന നല്ലോണം വരിക, പെട്ടെന്ന് പനി വരിക, പൈൽസ് പോലെ പ്രശ്നങ്ങൾ വരിക, ഗ്യാസ്ട്രിക് നെഞ്ചരിച്ചിൽ പൊളിച്ചതക്കെട്ടിൽ പോലെ പ്രശ്നങ്ങൾ വരിക, ഇൻഡൈജഷൻ ദഹനക്കേടിന് പ്രയാസങ്ങൾ ഉണ്ടാവുക, ബ്ലോട്ടിങ് വയറ് ഫുള്ളായ പോലെ അവസ്ഥകൾ വരിക, ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും കൂടാതെ ജോയിൻറ്റ് പെയിനുകൾ, മൾട്ടി ജോയിൻറ്റിൽ എന്ത് ചെയ്യും, പെയിന്, കാൽമുട്ട് വേദന ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും, നമ്മുടെ സെർവിക്കൽ റീജിയനിൽ പെയിൻ ഉണ്ടായിരിക്കും, ഉപ്പുറ്റിലെ വേദന. ഇതെല്ലതും എന്താണ്, ഈ ഒരു എലിമിനേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസസ്സിൽ വിട്ട ഒരു സംഗതി തന്നെയാണ്. നമുക്കറിയാം, സിമ്പിളായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം. യൂറിക് ആസിഡ് എന്ന് നമ്മുടെ പൊതുവേ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നൊരു വേസ്റ്റ് മെറ്റീരിയൽ, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തൊരു മെറ്റീരിയലാണ് പൊതുവേ ആയിട്ടുള്ളത്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, പുറന്തള്ളാത്ത ഒരവസ്ഥ വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അമിതമായിട്ട് യൂറിക് ആസിഡ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്ത് പോകും. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അക്യുമുലേറ്റ് വന്നു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോൺ, മൂത്രത്തിൽ കല്ല് പോലെ ഇതൊക്കെ എന്ത് ചെയ്യും, ഫോം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ശരീരം വേണ്ടത് നമ്മൾ നൽകുകയും വേണം, വേണ്ടാത്തത് അത് ശരീരം ശരിയായ രീതിയിൽ ശോധനയും മൂത്രമൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമ്മൾ വീക്ക്നെസ് ആകും, പെട്ടെന്ന് അസുഖങ്ങൾ, അത് ഈ പറഞ്ഞ HPV മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോയിൻറ്റ് പെയിനുകൾ, തലവേദന വരിക, അതേപോലത്തെ മസിൽ കയറുക, മസിൽ വേദന വരിക, ഇങ്ങനെയുള്ള പല അസുഖങ്ങളും സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ നമ്മൾ പിടികൂടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളുണ്ടല്ലോ, ഈ 6 കാര്യങ്ങൾ നല്ല കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾ ഏത് പ്രായക്കാരനാണെങ്കിലും ശരി, കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു അസുഖവും വരാതെ, അല്ലെങ്കിൽ വന്ന അസുഖത്തെ നമുക്ക് എന്ത് ചെയ്യുക, നിസ്സംശയം മറ്റോ മെഡിസിനൊന്നും കഴിക്കാതെ തന്നെ പ്രതിരോധിക്കുന്ന ഒരു പ്രതിരോധ കവചം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 6 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പരിഗണിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്ക് നമ്മളെല്ലാവരും ഭീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സംശയമുനയിൽ നിർത്തുന്ന ഒരു സംഗതി കൂടെയാണ് തൊട്ടടുത്തൊക്കെ എത്തിയതോട് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 6 കാര്യം: നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കവും, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസുകൾ, നമ്മുടെ സോഷ്യൽ വെൽബീയിങ്ങുകൾ. അപ്പോൾ ഇതെല്ലതും പ്രോപ്പറാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഈ ഒരു പ്രോപ്പർ ആണോ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ജീവിതം കംപ്ലീറ്റ്ലി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് തന്നെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് ജീവിക്കാൻ കഴിയും.
കഴിയും. ഇനി അസുഖമില്ലാത്തവരും ഇത് തന്നെ ചെയ്യണം. അസുഖം എന്തെങ്കിലും ഉള്ളവരെന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ സാംക്രമിക രോഗങ്ങൾ, കോവിഡ് ആകട്ടെ, HPV ആകട്ടെ, ഇങ്ങനെ അസുഖങ്ങൾ നമുക്ക് വലിയൊരു ശതമാനം എന്ത് ചെയ്യാൻ നമ്മളെ ബാധിക്കാതെ മാറ്റി നിർത്താനും നമുക്ക് കഴിയാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.